അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് പരിശുദ്ധ റമദാനിൽ ആരോഗ്യത്തോടുകൂടി ജീവിക്കാൻ നമുക്ക് അവസരം ലഭിച്ചു. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. പടച്ച തമ്പുരാൻ റമദാൻ പരിപൂർണമായി നല്ല ആരോഗ്യത്തോടുകൂടെ നോമ്പ് അനുഷ്ഠിക്കാനും മറ്റു സൽക്കർമ്മങ്ങൾ കൊണ്ട് ധന്യമാക്കാനും നാം ഏവരെയും അനുഗ്രഹിക്കട്ടെ, ആമീൻ. പ്രത്യേകിച്ചും പ്രവാസ ലോകത്തുള്ളവർക്ക് വരുന്ന സംശയമാണ്, പലരും ചോദിച്ചതുമാണ്, തറാവീഹ് 20 റക്അത്തിൽ താഴെ നിസ്കരിച്ചാൽ തറാവീഹിൻ്റെ കൂലി ലഭിക്കുകയില്ലേ? തീർച്ചയായും ലഭിക്കും. തറാവീഹ് ഏറ്റവും കുറഞ്ഞത് 2 റക്അത്താണെന്നും കൂടിയാൽ 20 എന്നുമാണ് ഷാഫിഈ മദ്ഹബിലെ പ്രബല വീക്ഷണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ തറാവീഹ് 20 എന്ന് വിശ്വസിക്കുന്ന ഒരാൾ തറാവീഹിൻ്റെ നിയത്തോടുകൂടി 2, 4, 6, 8, 10 എന്നിങ്ങനെ ഈ രണ്ട് റക്അത്തുകൾ തറാവീഹിൻ്റെ നിയത്തോടുകൂടി നിസ്കരിച്ചാൽ എത്രയാണോ നിസ്കരിച്ചത് അതിൻ്റെ കൂലി ലഭിക്കും. അതിൽ യാതൊരു സംശയവും വേണ്ട. പ്രവാസ ലോകത്തുള്ള പലരും 8 മാത്രമാണ് ഇവിടെ നിസ്കരിക്കപ്പെടുന്നത് എന്ന കാരണം കൊണ്ട് 20 എന്ന് പറഞ്ഞ് മാറി നിൽക്കുകയും എന്നാൽ ഒറ്റയ്ക്ക് 20 നിസ്കരിക്കാൻ ശ്രമിക്കുകയും ചെയ്യാതിരിക്കുന്നത് കൊണ്ടാണ് ഇത്തരമൊരു കാര്യം ഉണർത്തേണ്ടി വന്നത്. വെറും 2 റക്അത്താണെങ്കിൽ പോലും കിട്ടുന്നത് കളയാതിരിക്കുക. നമുക്കറിയാം, റമദാനിൽ ഒരു സുന്നത്തിന് ഫർളിൻ്റെ കൂലിയാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ ന്യായങ്ങൾ കണ്ടെത്തി തറാവീഹോ വിത്തറോ മറ്റു നിസ്കാരങ്ങൾ ഒഴിവാക്കുന്നതിന് പകരം അതിൽ പങ്കെടുക്കാൻ, അതിൽ എത്രയാണോ ലഭിക്കുന്നത് അത്രയും പങ്കെടുത്ത് അതിൽ കൂലി ലഭിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് അന്വേഷിക്കുകയാണ് വേണ്ടത്. അതാണ് ഒരു വിശ്വാസിയുടെ ദൗത്യം. മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കാം. നാം പള്ളിയിലേക്ക് കടന്നു വരുന്ന സമയത്ത് തറാവീഹ് നിസ്കാരം തുടങ്ങിയിട്ടുണ്ട്, നമ്മൾ ഇശ നിസ്കരിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇശാഇൻ്റെ നിയത്തോടുകൂടി ഇമാമിനോട് തുടരാവുന്നതാണ്. ഇമാം തറാവീഹാണ് നിസ്കരിക്കുന്നത് എന്നറിഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ഇമാമിനോട് തുടരാം. ഇമാം സലാം വീട്ടിയതിന് ശേഷം ഇശാഇൻ്റെ ബാക്കി റക്അത്തുകൾ പൂർത്തീകരിക്കാം. അതിന് യാതൊരു കുഴപ്പമില്ല. നമുക്ക് ജമാഅത്തിൻ്റെ കൂലി ലഭിക്കുകയും ചെയ്യും. കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ വളരെ വ്യക്തമായി ഈ വിഷയം പ്രതിപാദിച്ചിട്ടുണ്ട്. പ്രിയമുള്ളവരെ, പ്രവാസ ലോകത്തുള്ള നമുക്ക് പല കാരണങ്ങൾ പറഞ്ഞും ജമാഅത്തും തറാവീഹും മറ്റുമൊക്കെ ഒഴിവാകാൻ സാഹചര്യങ്ങൾ കൂടുതലാണ്. എത്രയാണോ ലഭിക്കുന്നത് അത്ര നമസ്കരിച്ചുകൊണ്ട് കഴിയുന്നവർ പിന്നെ ഒറ്റയ്ക്ക് 20 റക്അത്ത് നിസ്കരിക്കുക. 90% ആളുകൾക്കും അതിന് കഴിയില്ല. കാരണം അവരുടെ ജോലി തിരക്കിനിടയിലൊക്കെ കറക്റ്റ് പള്ളിയിൽ സമയം എത്രയാണോ നിസ്കാരം നടക്കുന്നത് ആ സമയം മാത്രമാണ് അനുവദിച്ച് കിട്ടുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അത് കറക്റ്റായിട്ട് ഉപയോഗപ്പെടുത്തുക. ഒരു കാരണവും കൊണ്ട് പള്ളിയിലുള്ള ജമാഅത്തോ തറാവീഹോ ഒന്നും ആരും നഷ്ടപ്പെടുത്തരുത്. അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.